പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായി നല്ല പ്രഭാതം. കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കുന്ന, പ്രാർത്ഥനയോടെ ഈ സന്ദേശങ്ങൾ ശ്രവിക്കുന്ന എല്ലാ മോർണിംഗ് മന്ന പ്രേക്ഷകരെയും ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. വളരെ പ്രാർത്ഥനയോടെ, തികഞ്ഞ പ്രതീക്ഷയോടെ നമുക്ക് ദൈവവചനത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വരാം. ആമേൻ. നമ്മൾ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് ഇങ്ങനെ ദൈവം പ്രവർത്തിച്ചിരുന്നെങ്കിൽ, ഇങ്ങനെ ദൈവം അത്ഭുതം ഒന്ന് ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ ഞാൻ പറയാം, കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ദൈവത്തിൽ ആ വിഷയം അർപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ, നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ദൈവം ആ വിഷയത്തിനകത്ത് വിടുതലയക്കുന്നു. മാത്രമല്ല, അത് പിന്നീട് നമുക്കൊരു ഭാരമാകാത്ത രീതിയിലേക്ക് കർത്താവ് കാര്യങ്ങളെ ചെയ്തു തരും. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദാവീദിൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഒരു അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. അവർ വയലിൽ വെച്ച് ഒരു മിസ്രീമിനെ കണ്ട് ദാവീദിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവന് അപ്പം കൊടുത്തു, അവൻ തിന്നു. അവന് കുടിപ്പാൻ വെള്ളവും കൊടുത്തു. അവർ അവന് ഒരു കഷ്ണം അത്തിയടയും 2 ഉണക്ക മുന്തിരിക്കുലയും കൊടുത്തു. അത് തിന്നപ്പോൾ അവന് ഉയിർ വീണു. 3 രാവും 3 പകലും അവൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. ദാവീദ് അവനോട്, നീ ആരുടെ ആൾ, എവിടുത്തുകാരനെന്ന് ചോദിച്ചതിന് അവൻ, ഞാനൊരു മിസ്രീമ്യ ബാല്യക്കാരൻ, ഒരു അമാലേക്കിൻ്റെ ഭൃത്യൻ. 3 ദിവസം മുമ്പേ എനിക്ക് ദീനം പിടിച്ചതുകൊണ്ട് എൻ്റെ യജമാനനെ ഉപേക്ഷിച്ച് കളഞ്ഞു. ഹല്ലേലൂയ. ഫെലിസ്ത്യ ദേശത്ത് ദാവീദ് ആയിരിക്കുന്ന സമയം ഇസ്രായേലുമായിട്ട് ഫെലിസ്ത്യർ ശത്രുതയിലാണ്. ശൗല് എങ്ങനെയെങ്കിലും ദാവീദിനെ കൊല്ലണമെന്നുള്ള രീതിയിൽ അവനെ പിന്തുടർന്ന് നടക്കുന്ന സമയം, ദാവീദിനോടുള്ള ബന്ധത്തിൽ അവനെ അഭിഷേകം ചെയ്തിട്ട് ആ അഭിഷേകം അവൻ്റെ മേൽ പ്രവർത്തിക്കേണ്ട സമയമായെന്ന് ദൈവം കണ്ടപ്പോൾ ശൗലിനെ എന്ത് ചെയ്തു? ദൈവം നീക്കുകയാണ്. ഞാൻ ഈ ദൂത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. നിന്നെ പിന്തുടരുന്ന ചിലതിനെ ദൈവം നീക്കും കേട്ടോ. ദൈവം നീക്കും. അത് രോഗമായിക്കൊള്ളട്ടെ, സാമ്പത്തിക പ്രതിസന്ധികളായിക്കൊള്ളട്ടെ, മാനസിക ക്ഷതങ്ങൾ വ്യഥകളായിക്കൊള്ളട്ടെ, ദൈവം നീക്കും. കഴിഞ്ഞ നാളുകളിലൊക്കെ അത് നിന്നെ പിന്തുടർന്നത് ആത്മാവി നിനക്ക് മനസ്സിലാകും, ദൈവത്തിൻ്റെ പാഠശാലയിൽ ചിലത് പഠിക്കാൻ വേണ്ടിയായിരുന്നെന്ന്. അങ്ങനെ ദാവീദിനെ പിന്തുടർന്ന ശൗലിനെ ദൈവം മാറ്റി. ഈ സമയം ദാവീദിൻ്റെ ലൈഫിൽ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് നടക്കുകയാണ്, ഒരു പരിശോധന നടക്കുകയാണ്. ആ പരിശോധന എന്ന് പറയുന്നത് അമാലേക്യരുടെ ആ ഒരു വിഷയമാണ്. സിക്ലാഗിൽ ദാവീദും കൂടെയുള്ളവരും പാർക്കുന്ന സമയത്ത് അമാലേക്യർ വന്ന് എന്ത് ചെയ്തു? അത് തീ വെച്ചങ്ങ് നശിപ്പിച്ചു. ഭാര്യമാരെയും മക്കളെയും പിടിച്ചോണ്ട് പോയി. ദാവീദിൻ്റെ കൂടെയുള്ള 600 പേരും ദാവീദിനെ എറിയാൻ കല്ലെടുത്തു. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. കണ്ടോ, അവർക്ക് വന്ന അതേ പ്രയാസം ദാവീദിനും വന്നു. അവൻ്റെയും ഭാര്യമാരെ മക്കളെ പിടിച്ചോണ്ട് പോയി. പക്ഷേ അവരെ ഓർത്ത് വേദനപ്പെട്ടപ്പോൾ ദാവീദ് വേദന ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അത് കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തിൽ നിന്നൊരു ധൈര്യം. ഞാൻ ഈ സന്ദേശം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന, അടുത്ത നിമിഷം നിങ്ങളെ കീഴ്മേൽ മറിക്കുമെന്ന് പറഞ്ഞു വരുന്ന ചില വിഷയങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടായിരിക്കാം. ഉണ്ടല്ലോ. ചിലത് പിന്തുടരുന്ന ചിലതിനെ ദൈവം നിർത്തൽ ചെയ്യാനായിട്ട് പോകുകയാണ് കേട്ടോ. ഹല്ലേലൂയ. ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ദൈവം അവന് ധൈര്യം കൊടുത്തു. ചെറിയ ധൈര്യമൊന്നും അല്ല കേട്ടോ, വലിയ ധൈര്യം കൊടുത്തു. വലിയ ധൈര്യം കൊടുത്തിട്ട് ദൈവം അവനെ എന്ത് ചെയ്തു? ആ വിഷയം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്, എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് ദൈവം പറഞ്ഞു കൊടുത്തു. ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, ചിലതിനെ ഹാൻഡിൽ ചെയ്യാൻ, കൈകാര്യം ചെയ്യാൻ നിനക്കറിയാത്തത് കൊണ്ടാണ് ചില വിഷയം നിൻ്റെ തലയ്ക്ക് മുകളിലിരിക്കുന്നത്. പക്ഷേ ആത്മനിയോഗത്തോടെ നീ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പോവുക, അത് നിൻ്റെ കയ്യിൽ ഒതുങ്ങും. നോക്കിയേ, ഒരു ദൈവശബ്ദം അവന് വേണം. എന്താ ദൈവശബ്ദം? നീ അവരെ പിന്തുടര്, നിശ്ചയമായിട്ട് നീ അവരെ തിരിച്ചു പിടിക്കും. എല്ലാത്തിനും തിരിച്ചു പിടിക്കും. ദൈവശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ കല്ലെറിയാനെടുത്ത 600 പേര് കല്ല് താഴെ ഇട്ടിട്ട് ദാവീദിനോട് പറഞ്ഞു, ഞങ്ങൾ നിൻ്റെ കൂടെ കിടം കേട്ടോ. ദൈവത്തിൻ്റെ ശബ്ദം രൂപാന്തരം വരുത്തുന്നുണ്ടോ? മാറ്റം വരുത്തുന്നുണ്ടോ?
അടുത്ത നിമിഷം എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ആമേ, ഇവരൊരുമിച്ച് പോകുമ്പോൾ എങ്ങോട്ടാ പോകേണ്ടതെന്നൊന്നും അറിയത്തില്ല. കടൽ പോലെ കിടക്കുമല്ലേ, പരന്ന് കിടക്കും, എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ദൈവശബ്ദം കേട്ടവൻ ഒരിക്കലും ലക്ഷ്യം തെറ്റത്തില്ല കേട്ടോ. മുമ്പോട്ട് പോകുമ്പോൾ ആ തീ വെച്ച കൂട്ടത്തിലെ ഒരു അമാലിയക്കൻ്റെ ഭൃത്യൻ അവിടെ കിടക്കുക ഉണ്ടോ. അവന് ദാവീദും കൂട്ടരും എന്ത് ചെയ്തു? ആമേൻ, ഹല്ലേലൂയ. അപ്പം കൊടുത്തു, വെള്ളം കൊടുത്തു, അവന് ജീവൻ വെക്കാനിടയായി തീർന്നു. എന്ത് സംഭവിച്ചു? അവൻ പറഞ്ഞു കൊടുക്കുക എങ്ങോട്ടാ പോയെന്നുണ്ടോ. ശത്രുവിനെ കൊണ്ട് നിന്റെ വിഷയത്തിനകത്ത് പരിഹാരം വരുത്തുന്ന ദൈവമാ നമ്മൾ ആരാധിക്കുന്ന ദൈവം. മറക്കല്ല്. ദൈവത്തിൽ ആശ്രയിച്ച ദാവീദിനു വേണ്ടി ആ അമാലേക്കൻ വഴി എന്ത് ചെയ്തു? അവരെങ്ങോട്ടാ പോയതെന്ന് വെളിപ്പെടുത്തി പിന്തുടർന്നു. എന്തുവാ ദൈവത്തിൻ്റെ ശബ്ദം? പിന്തുടരുക, എത്തിപ്പിടിക്കും. പിന്തുടരുക, എത്തിപ്പിടിക്കും. നോക്കിയേ, സകലതും വീണ്ടെടുക്കാൻ ഇടയായിത്തീർന്നു. തിരിച്ചു വന്ന് ദൈവത്തിന് മഹത്വം കൊടുത്ത ദാവീദിനെ തേടി വന്നത് കൊട്ടാരത്തിലെ സിംഹാസനമായിരുന്നു കേട്ടോ. ദൈവത്തിന് ടെസ്റ്റിനകത്ത് അവൻ പരാജയപ്പെട്ടില്ല. അവൻ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവാലോചന ചോദിച്ചു. നഷ്ടപ്പെട്ടവനെ തിരിച്ചു പിടിച്ചപ്പോൾ ദൈവം അവന് റിവാർഡ് കൊടുത്തതുപോലെ ഈ സന്ദേശം കേൾക്കുന്ന ദൈവവൈതലേ, നിൻ്റെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ കടന്നു വരുന്നത് നിനക്ക് തോന്നും എന്നെ തകർക്കാനാ, എന്നെ നശിപ്പിക്കാനാ, എന്നെ ഇല്ലായ്മ. നോ, അല്ലല്ലല്ല. നിന്നെ പരിശീലിപ്പിച്ച്, നിന്നെ പരിശോധിച്ച്, നല്ലതുപോലെ ദൈവത്താ ശോധന കഴിച്ച് അടുത്തൊരു മാന്യതയിലേക്ക് ഒരു തടസ്സവും കൂടാതെ, ആമെ ഭയപ്പെടുത്തുന്ന ഒരു തടസ്സവും ഇല്ലാതെ നിന്നെ ഊട്ടി ഉറപ്പിക്കാനാ, സിംഹാസനത്തിൽ ഇരുത്താനാ ദാവീദിനെ പോലെ. ദൈവം അത് ചെയ്യും. ആ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച ദൈവ സന്ദേശത്തിനായിട്ട് സ്തോത്രം. ഈ ദിവസങ്ങളിൽ ചിലതിനെ കയ്യിൽ ഒതുക്കത്തക്ക വിധത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ലക്ഷ്യം നഷ്ടപ്പെട്ട വിഷയത്തിനകത്ത് ദൈവാലോചന പ്രകാരം മുന്നോട്ട് നീങ്ങുമ്പോൾ ദൈവിക മാന്യതയും മഹത്വവും കാണുവാൻ സ്വർഗം കൃപ ചെയ്യണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.